ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പാനമ കനാലിൻ്റെ മേൽ അമേരിക്ക അവകാശം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ ചൈനയെ അകറ്റി നിർത്താൻ വേണ്ടിയല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപിൻ്റെ ഒരു വിശാല പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഈ സ്ട്രാറ്റജിക് മേഖലകൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത്. 3 സ്ട്രാറ്റജിക് മേഖലകളാണ് ട്രംപിൻ്റെ മനസ്സിൽ. അതൊന്ന് റഷ്യയുടെയും അല്ലെങ്കിൽ കാനഡയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് മഞ്ഞ് ഉറഞ്ഞു കിടക്കുകയാണ്. പൊതുവെ അവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കില്ല നമുക്ക് തോന്നാം. പക്ഷേ അവിടെ തന്ത്രപ്രധാനമായൊരു സ്ഥാനമാണ്. റഷ്യയുടെ തണുത്തുറഞ്ഞ കടൽ, നോർത്ത് സീ അല്ലെങ്കിൽ വടക്കൻ ധ്രുവത്തിനോട് ചേർന്ന ആർട്ടിക് സമുദ്രം അവിടെ അത്ര നാവിഗബിൾ അല്ല. അപ്പം അവിടെ വാം വാട്ടർ പോർട്ടുകളൊന്നും സാധ്യമല്ല. അപ്പോൾ ഗ്രീൻലൻഡ് ഭാഗത്ത് ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റി ഒരുപക്ഷെ ഭാവിയിൽ ചൈനയും റഷ്യയും ഒക്കെ ചേർന്ന് നടത്തിയേക്കാം. അവിടെ അതുവഴിയുള്ള കപ്പൽ പാതകൾ കൂടുതൽ സുഗമമായാൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അത് ലോക വ്യാപാരത്തിൽ അവർക്കൊരു മുൻതൂക്കം നൽകും, ചൈനയ്ക്കും റഷ്യയ്ക്കും. അത് ഒഴിവാക്കണമെങ്കിൽ ഗ്രീൻലൻഡ് മേഖലയിൽ, നോർത്ത് സീ മേഖലയിൽ, പ്രത്യേകിച്ച് ആർട്ടിക് ഓഷ്യനിൽ അമേരിക്കയ്ക്ക് ഭൂമി ഉണ്ടാവണം എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് അമേരിക്ക ഗ്രീൻലൻഡിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഡെൻമാർക്കിനെ പേടിപ്പിച്ച് കൈവശപ്പെടുത്താൻ എളുപ്പമാണ്. ഡെൻമാർക്ക് ചെറിയ രാജ്യമാണ്, വലിയ യുദ്ധമൊന്നും ഉണ്ടാകാതെ ഒരു വാങ്ങി ഇങ്ങെടുക്കാം, കുറച്ച് പണം കൊടുത്ത് വാങ്ങാം. അലാസ്ക പണ്ട് റഷ്യയിൽ നിന്നും വാങ്ങിയതാണ്. റഷ്യക്ക് അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. റഷ്യയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് അമേരിക്ക പണ്ട് വാങ്ങിയെടുത്ത സ്ഥലമാണ് കാനഡയ്ക്കും വടക്ക് കിടക്കുന്ന അലാസ്ക. അതുപോലെ വാങ്ങിയെടുക്കുന്ന ഒരു ചിന്ത. കാനഡയുടെ കാര്യത്തിൽ വാങ്ങിയെടുക്കാനൊന്നും പറ്റില്ല. കാനഡ ചേരുന്നു എന്ന് ചോദിച്ചു, ചിലപ്പോൾ ചേരില്ല, ചേരാൻ സാധ്യതയില്ല. അത് പൊയ്ക്കോട്ടെ, ചോദിച്ചല്ലേ ഉള്ളൂ. വഴിയെ പോകുന്നൊരാന തരാമോ എന്ന് ചോദിച്ചു, തന്നില്ല, കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു കാനഡ. അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം. എന്നാൽ പാനമയുടെ കാര്യം അങ്ങനെയല്ല. പാനമ എന്നത് കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പടിഞ്ഞാറ് ശാന്തസമുദ്രത്തെയും ലിങ്ക് ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ കനാലാണ്. 80 കിലോമീറ്റർ നീളം, 35 മീറ്റർ മുതൽ 50 മീറ്റർ വരെ വീതി. ചില ഭാഗങ്ങളിൽ, അല്ലാത്ത ഭാഗം തടാകം പോലെ കടൽ പോലെ കിടക്കുന്ന ഭാഗമാണ്. ഈ ഒരു നാരോ കനാൽ, തന്ത്രപ്രധാനമായ കനാലാണ്. അമേരിക്കയുടെ തന്നെ കിഴക്കൻ തീരത്തു നിന്ന് പടിഞ്ഞാറൻ തീരത്തേക്ക് ചരക്കെത്തിക്കാൻ, അല്ല എങ്കിൽ ലോകവ്യാപാരം കടന്നു പോകുന്ന വലിയൊരു പോയിന്റാണ് പനാമ കനാൽ. ആ പനാമ കനാലിൻ്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖവും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖവും രണ്ടും, അതായത് അറ്റ്ലാന്റിക്കിലേക്ക് മുഖമുള്ള തുറമുഖം കിഴക്ക്, പസഫിക് ഓഷ്യനിലേക്ക് മുഖമുള്ള തുറമുഖം പടിഞ്ഞാറ്, ഈ 2 തുറമുഖത്തിൻ്റെയും നിയന്ത്രണം ചൈനീസ് കമ്പനികൾക്കാണ്. കൃത്യമായി പറഞ്ഞാൽ ഹോങ്കോങ് ബേസ്ഡായ കമ്പനികൾക്കാണ്. അത് പാനമ അവർക്ക് എഴുതി കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സ്വാധീന മേഖലയായി അത് വരികയാണ്. ഒറിജിനൽ കനാൽ നിർമ്മിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ പണം കൊണ്ടാണ്, സാങ്കേതിക വിദ്യ കൊണ്ടാണ്. ആ കനാൽ പിന്നീട് അമേരിക്ക പണം ഈടാക്കിക്കൊണ്ട് തന്നെ പാനമയ്ക്ക് കൈമാറി. 1977 ധാരണയനുസരിച്ച് 1990 പൂർണ്ണമായും കൈമാറി. ഇപ്പോൾ അത് പാനമ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ സ്വത്താണ്. എന്നാൽ അത് സംരക്ഷിക്കാനായി പാനമയുടെ പക്കൽ വലിയ ആയുധങ്ങളോ സൈന്യമോ ആൾബലമോ ഇല്ല. പാനമയ്ക്ക് ആകെയുള്ളൊരു പോലീസ് ഫോഴ്സ്, അല്ലെ സെമി മിലിറ്ററി ഫോഴ്സ്, 1000 പേര് മാത്രമുള്ളൊരു. പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിടിച്ചു നിൽക്കുക, പോയിട്ട് തറയിലൊന്ന് നിന്നിട്ട് വേണ്ടേ അമേരിക്ക വേണ്ടി അടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാനമയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടമൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ പാനമയുടെ പിന്നിൽ ആളുണ്ടാവാൻ സാധ്യതയുണ്ട്. ചൈനയോ റഷ്യയോ അവർ ദൂരെ കിടക്കുന്ന രാജ്യങ്ങളാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ പാനമ കനാലിൻ്റെ വിഷയം ആളിക്കത്തിയാൽ അത് ലോക വ്യാപാരത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഏകപക്ഷീയമായി അമേരിക്ക അതങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ എടുക്കാൻ ഒക്കുന്ന, എടുത്താൽ പൊങ്ങുന്ന ഒരു ചരക്കാണോ പനാമ കനാൽ എന്നതിവിടെ ചിന്താ വിഷയം തന്നെയാണ്. പക്ഷേ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് പാനമയിലൂടെ കടന്നു പോകുന്ന വെസൽസ്, അമേരിക്കൻ വെസൽസ്. ധാരണയനുസരിച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് പൂർണ്ണ സൗജന്യമായും ചെറിയ തുക ഈടാക്കിക്കൊണ്ട് അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്കും പാനമ കനാലിലൂടെ കടന്നു പോകാനുള്ള ധാരണയാണ്. ഇപ്പോൾ പാനമ കർശനമായ നികുതി വ്യവസ്ഥയിലൂടെ, ചുങ്കത്തിലൂടെ, ടാരിഫിലൂടെ ഇപ്പോൾ അത് നിയന്ത്രിച്ചിരിക്കുന്നത്. അതാണ്. പക്ഷേ US കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ചൈനയാണല്ലേ? ചൈനയാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. കാരണം ചൈന ഈസ് എ ഗ്രോയിങ് ഇക്കോണമി. ചൈന ഹാസ് ഗ്ലോബൽ ട്രേഡ്. ചൈന വിൽ ഇവൻച്വലി ഡോമിനേറ്റ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ഗ്ലോബൽ ട്രേഡ്. ഈ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ചൈന ഹാസ് ടു ബി സ്ക്വീസ്ഡ് ഇൻ 2 സ്ട്രേറ്റ്സ്. വൺ ഈസ് ദ മലാക്ക സ്ട്രേറ്റ്.
മലക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, മലേഷ്യ ആ ഭാഗത്തുള്ള ചൈനീസ് കപ്പലുകൾക്ക് ഓപ്പൺ ഓഷ്യനിലേക്കുള്ള കവാടമാണ് ആ ഒരു മലക്ക സ്ട്രൈറ്റ്. ആ സ്ട്രൈറ്റിൻ്റെ നിയന്ത്രണം ആർക്കുമില്ല, അത് ഇന്തോനേഷ്യ, മലേഷ്യ ഒക്കെയാണ്. ഭാരതത്തിൻ്റെ ഒരു പ്രസൻസ് അവിടെ വളർത്തിക്കൊണ്ട് വരണം. അതുകൊണ്ടാണ് ക്വാഡ്, ചതുർരാഷ്ട്ര സഖ്യം, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ അടങ്ങുന്ന നാവിക ഒരു സഖ്യം. അത് മിലിറ്ററി സഖ്യമൊന്നുമല്ല, പക്ഷേ നാവിക എക്സർസൈസിനുള്ളൊരു സഖ്യം. അങ്ങനെയുള്ള കണ്ടെയ്ൻമെൻറ്റ് ഓഫ് ചൈനയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. അതോടൊപ്പം തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു ന്യായമായ തടയിടുക. അതിന് ബദലായി ഇന്ത്യയുടെ സിൽക്ക് റൂട്ടിനെ, ഏൻഷ്യൻ സിൽക്ക് റൂട്ടിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ, എക്കണോമിക് ട്രേഡ് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്, അതിന് പച്ചക്കൊടി കാട്ടുക, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതെല്ലാം അമേരിക്കയുടെ കൂടെ പദ്ധതിയാണ്. അപ്പോൾ ഇതൊരു സറോഗേറ്റ് മെത്തേഡ് ഇൻ കൗണ്ടറിങ് ചൈന. അപ്പോഴാണ് ചൈന നേരിട്ട് അമേരിക്കയുടെ സമുദ്രങ്ങളെന്ന് അമേരിക്ക വിശ്വസിക്കുന്ന അറ്റ്ലാന്റിക്കിലേക്കും പസഫിക്കിലേക്കും, കാരണം പസഫിക് സമുദ്രമാണ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരം, അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ അറ്റ്ലാന്റിക് സമുദ്രം, ഈ രണ്ട് സമുദ്രത്തിലും വ്യാപിച്ചു വരുന്ന ചൈനീസ് നാവിക സാന്നിധ്യം, അത് യുദ്ധക്കപ്പലുകളുടെ രൂപത്തിലാണെങ്കിലും അന്തർവാഹിനികളുടെ രൂപത്തിലാണെങ്കിലും വ്യാപാര ചരക്ക് കപ്പലുകളുടെ രൂപത്തിലാണെങ്കിലും അമേരിക്കയ്ക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. അത് തുറന്നു പറയാൻ പുച്ചക്കാർ മണി കിട്ടും എന്ന ചോദ്യം അമേരിക്കയിൽ ഉണ്ടായപ്പോൾ ഞാൻ തയ്യാർ എന്ന് പറഞ്ഞു വന്നയാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ടാണ് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച്, പാനമ കനാൽ കേന്ദ്രീകരിച്ച് ഒരു നീക്കം നടക്കുമ്പോൾ ചൈനീസ് സംവിധാനത്തെ പൂർണ്ണമായി അവിടെ നിന്ന് അകറ്റി നിർത്താനാവില്ല എങ്കിലും ഒരു പേടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഇത്രയും കടത്തി പറഞ്ഞു വെച്ചത് അമേരിക്കൻ കപ്പലുകൾക്ക് മേൽ ചുമത്തുന്ന ഭീമമായ തീരുവയിൽ നിന്നും പിന്മാറാൻ പാനമ ഒരുപക്ഷെ നിർബന്ധിതമാകും എന്ന ആത്യന്തിക ബിസിനസ് കണ്ണോടുകൂടിയായിരിക്കും ഇത് ചെയ്തത്. ചോദിച്ചു, ആന തരുമോന്ന് ചോദിച്ചു, ആനയെ തരുമോന്ന് ചോദിച്ചു. പറ്റില്ല, അത് പറ്റില്ല. വീണൊരു ഒരു ആനവാല് തരാം, മോതിരം കെട്ടി പേടിയൊക്കെ മാറ്റി നിൽക്കാം എന്ന് പറഞ്ഞൊരു ആനവാലെങ്കിലും കിട്ടുമോ എന്നതാണ് പ്രധാന. ആനവാല് പോലും കിട്ടിയില്ല. പുലിവാല് പിടിക്കുന്ന അവസരമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചക്കന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന അന്തരീക്ഷവും അവസ്ഥയും ഉണ്ടാകാം. പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ അമേരിക്കയോടൊപ്പം കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പിടിച്ചു നിൽക്കാനല്ല, നിലം തൊടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നിലുള്ളവർ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷിലേക്ക് നീങ്ങാൻ സാധ്യത കാണുകയല്ലേ? ട്രംപ് പറയുന്ന നയത്തിനെതിരാണ് ക്ലാഷ്. ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് ഒരു ശ്വാസത്തിൽ പറയുകയും അടുത്ത ശ്വാസത്തിൽ പുതിയ യുദ്ധങ്ങൾ തുടങ്ങി വയ്ക്കുകയും മറ്റുള്ളവർ തുടങ്ങിയ യുദ്ധങ്ങൾ ഞാൻ ഇടപെട്ട് അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ട്രംപ് തന്നെ പുതിയ യുദ്ധങ്ങൾ തുടങ്ങി വെച്ചാൽ ഈ കൺസിസ്റ്റൻസി എന്നൊരു കാര്യമുണ്ടല്ലോ. ഈ കുറച്ചൊക്കെ ഈ വങ്കത്തരങ്ങളും വലിയ വർത്താനവും കീറിയ വായിലെ വർത്താനങ്ങളും ഒക്കെ നല്ലതാണ്, കയ്യടി കിട്ടും തൽക്കാലത്തേക്ക്. പക്ഷേ ആത്യന്തികമായി പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ, മനുഷ്യൻ ബഹുമാനിക്കണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റായ നിലപാടുകൾ ഉണ്ടാവണം. ഇത് ഇൻകൺസിസ്റ്റൻ്റ് നിലപാടാണത്. അതുകൊണ്ടാണ് അത് അപകടകരമാണെന്ന് പറയുന്നത്. ഈ നിലപാട് പറയുന്നതിന് കുഴപ്പമില്ല, പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആഭ്യന്തര നിയമ സംവിധാനം അതിനനുകൂലമാകണം. അമേരിക്ക ശക്തമായ നിയമവാഴ്ചയുള്ള, നിയമവിധേയമായി എല്ലാം കാണുന്ന ഒരു രാജ്യമാണ്, ഒരു ഏകാധിപത്യ രാജ്യമല്ല. അപ്പോൾ അമേരിക്കൻ ഡെമോക്രസി, ദ വെയിറ്റ് ഓഫ് അമേരിക്കൻ ഡെമോക്രസി ഓർ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഷുഡ് ബി ബിഹൈൻഡ് ദ പ്രസിഡന്റ്. അതില്ല എങ്കിൽ സ്വയം തിരുത്തൽ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിന് പറയുന്ന പേരാണ് ചെക്സ് ആൻഡ് ബാലൻസസ്. If the executive in the form of the president becomes dominant, too dominant, the Congress will take over. If the Congress, that is the legislature, becomes dominant, the judiciary will take over. When the court, judiciary becomes strong, both president and the Congress will checkmate. അപ്പോൾ ഏതെങ്കിലും ഒരു സംവിധാനം, അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യൽ അധികാരങ്ങൾ കൃത്യമായി സെപ്പറേറ്റഡ് ആയ ഒരു രാജ്യമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായമുള്ള അമേരിക്ക. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗം സ്ട്രോങ് ആകുന്നു, ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് എന്ന എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ പ്രസിഡന്റ് അതീവ ശക്തിമാനാവുന്നു എങ്കിൽ മറ്റ് രണ്ട് ഘടനകളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാവം കുറച്ചു കൊണ്ടുവരാനുള്ള ഘടനാപരമായ സംവിധാനമുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണ് അത്രയധികം അങ്ങനെ അങ്ങോട്ട് കിഴക്കോട്ട് പോകണ്ട, സ്വല്പം പൊള്ളും എന്ന് പഴയ ആളുകൾ പറയുന്നത് പോലെ അധികം കിഴക്കോട്ട് പോകാൻ ട്രംപിനും ആവില്ല, ഈ പറയുന്നതല്ലാതെ. പക്ഷേ ഇത് പിടിച്ച് എടുക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ, അവകാശം സ്ഥാപിച്ചിരിക്കും അല്ലേ? അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവകാശം പറഞ്ഞു വയ്ക്കുക, ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നതിന് എപ്പോഴും ഒരു പറഞ്ഞു വെക്കുന്ന അവകാശം, അസാധ്യമെന്ന് തോന്നുന്ന കാര്യം ഒക്കെ
പറഞ്ഞു വെച്ചത് ഒരു നാഷണൽ ഡിബേറ്റ്, ഗ്ലോബൽ ഡിബേറ്റ് ഒക്കെ ആയി സാവകാശം അത് പിടിച്ചെടുക്കുക. അതിന് പല മാർഗങ്ങളുണ്ട്. പറയുന്നതിന് വിട്ട് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന പോലെ സ്പീഡിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പനമ കനാലിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആത്യന്തികമായി കാനഡയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു പക്ഷേ ഭാവിയിലേക്ക് ആർക്കെങ്കിലും, ട്രംപിൻ്റെ കാലമൊന്നുമല്ല, ഇനി വരുന്ന പ്രസിഡന്റുമാരുടെ കാലവുമല്ല, ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഉണ്ടാവേണ്ട മാറ്റത്തിൻ്റെ സീഡ് വിത്തെറിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.